ഗോകുൽ, സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എല്ലാ കേസുകളിലും കോടതികളിൽ നിന്നും തിരിച്ചടികൾ നേരിട്ടിട്ടുള്ള ആളാണ് ചാൻസലർ. അത് മുൻപത്തതും അതിന്റെ തുടർച്ചയിൽ ഇപ്പോഴത്തേതും. എന്നിട്ടും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പല രീതിയിൽ തുടരുന്നു സർവകലാശാലകളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും ഒടുവിൽ നോക്കൂ, സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ഭരണകാര്യങ്ങളിൽ സിൻഡിക്കേറ്റിന് ഇടപെടാൻ അധികാരമില്ല എന്നൊരു സർക്കുലർ. ആ സർക്കുലർ ഇറക്കുന്ന മിനി കാപ്പിന്റെ യോഗ്യത അതിലേക്ക് പ്രത്യേകം വരുന്നുണ്ട്. അതിനു മുൻപ് ഇങ്ങനെയൊരു ഉത്തരവ് അത് ഏത് ചട്ടപ്രകാരമാണ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം മിനി കാപ്പൻ ഇറക്കുന്നത്? ഇവിടെ കേരള സർവകലാശാല അടക്കം കേരളത്തിലെ 14 സർവകലാശാലകൾക്കകത്തും ഒരു ഇടതുപക്ഷ ഭീകര കേന്ദ്രത്തെ സൃഷ്ടിക്കാനുള്ള വലിയ കൊടില പരിശ്രമം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ നടക്കുന്നുണ്ട്. അതിന് നിങ്ങൾ ആക്രമിക്കാനും സർവകലാശാലകളെ ഇടത് കേന്ദ്രങ്ങളാക്കി മാത്രം നിലനിർത്താനും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ പറയുന്ന രീതിയിലേക്കുള്ള കാവ്യവൽക്കരണവും സംഘപരിവാരവൽക്കരണവും ഒക്കെ. ഇവിടെ ഒരു രീതിയിലുമുള്ള ഏതെങ്കിലും രാഷ്ട്രീയമോ മതമോ ജാതിയോ പ്രത്യേക നിറമോ സർവകലാശാലകൾക്ക് ആവശ്യമുണ്ടെന്ന് ഭാരതീയ ജനതാ പാർട്ടിയും പൊതുസമൂഹവും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവിടെ എന്താ നടക്കുന്നത്? കഴിഞ്ഞ പതിറ്റാണ്ടുകളായി മാറി മാറി കേരളത്തിൽ ഏത് സർക്കാരുകൾ അധികാരത്തിൽ വന്നാലും കേരളത്തിലെ സർവകലാശാലകൾക്കകത്ത് ഏറ്റവും വലിയ സംവിധാനമായി ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി ഇടത് സിൻഡിക്കേറ്റുകൾ നിലനിന്നിടത്ത് ഇവിടെ കേരള സർവകലാശാലയടക്കമുള്ള സർവകലാശാലകൾക്കകത്ത് കേരളത്തിലെ ഗവർണർമാർ കൃത്യമായി എല്ലാ രാഷ്ട്രീയവും എല്ലാ സാമൂഹികവും എല്ലാ തരത്തിലുമുള്ള അക്കാഡമിക് മികവുകൾ പുലർത്തുന്ന ആളുകളെ കൃത്യമായി അവിടുത്തെ സിൻഡിക്കേറ്റുകളിലേക്കും സെനറ്റുകളിലേക്കും നോമിനേറ്റ് ചെയ്യുകയാണ്. ഗവർണർമാർ വിടുന്ന ആൾക്കാരുൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ സംഖ്യയാണ്, ഇവരെല്ലാം RSSകാരാണ്, അതുകൊണ്ട് കുഴപ്പമുണ്ടാക്കാൻ വന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇടപെടുന്നതിന് മുമ്പ് തന്നെ അവരെ ആക്രമിക്കുന്ന രീതിയിലേക്കാണ് കേരള സർവകലാശാല അടക്കമുള്ള സർവകലാശാലകൾക്കകത്ത് ഇടത് സിൻഡിക്കേറ്റിന്റെ നേതൃത്വത്തിലുള്ള സ്പോൺസർഷിപ്പ് സമരങ്ങളിലൂടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, അല്ല അത് ഞാൻ ഉന്നയിച്ച വിഷയമേ അതല്ല എങ്കിലും ഗോകുൽ പ്രാഥമികമായി ഗോകുലിന്റെ രാഷ്ട്രീയം പറഞ്ഞു. ശരി, അത് സ്വാഗതാർഹം. പക്ഷേ ഗോകുൽ പറഞ്ഞ രീതിയിൽ ഈ ഇടതുപക്ഷത്തെ കുറെ ആളുകൾ ഓടിച്ചെന്ന് അങ്ങോട്ട് സർവകലാശാലയിലേക്ക് കയറി ഞങ്ങളാണ് സിൻഡിക്കേറ്റ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് അവിടെ ഇരിക്കുകയല്ലല്ലോ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോകുൽ പറയുന്നത് ശരിയാണ്, കുറെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഇവിടെ കുത്തി നിറയ്ക്കുന്നു എന്നുള്ളത്. അതല്ല. അപ്പോൾ എന്തായാലും നമുക്ക് വരാം ഗോകുൽ, അതിലേക്ക് വരാമെന്നേ. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം അതല്ലല്ലോ. അപ്പോൾ ഗോകുൽ പറഞ്ഞ രീതിയിൽ അവിടെ നിയമിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ പൊളിറ്റിക്സ് അതുമല്ല ഇവിടെ ചർച്ച. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഏത് നിയമത്തിന്റെയും ഏത് ചട്ടത്തിന്റെയും പിൻബലത്താലാണ് എന്നുള്ളതാണ്. നോക്കൂ, ഏറ്റവും ഒടുവിൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വരുന്ന മിനി കാപ്പന്റെ ഉത്തരവ് അത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ അവകാശമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഉത്തരവിറങ്ങുമ്പോൾ അതിനൊരു നിയമത്തിന്റെ പിൻബലം ഉണ്ടാകണമല്ലോ. ഇത് ഏത് നിയമം, ഏത് ചട്ടം? ഇവിടെ കേരള സർവകലാശാല അടക്കമുള്ള സർവകലാശാലകളുടെ യൂണിവേഴ്സിറ്റി ആക്ട് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആക്ട് ഉണ്ട് 1974. ഈ ആക്ട് പ്രകാരവും സർവകലാശാലയുടെ ബൈലോ പ്രകാരവും ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എന്തൊക്കെ അധികാരങ്ങളാണ് ഉള്ളതെന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം എങ്ങനെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നതിൻ്റെ സാഹചര്യം നമുക്കറിയാം. ഇവിടെ കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാൾ ഒരു സ്വകാര്യ പരിപാടിക്ക് കൊടുക്കുന്നു. അതിനകത്ത് ക്രമവിരുദ്ധമായിട്ട് ആ ഹാൾ വാടകയ്ക്ക് കൊടുത്ത ആള് തന്നെ ഇടപെടുന്നു. വിഷയം ചർച്ചയിൽ ഉന്നയിക്കുമ്പോൾ ആ വിഷയത്തിൽ ഊന്നി അല്പസമയമെങ്കിലും സംസാരിക്കണമല്ലോ. ഇപ്പോൾ ഗോകുൽ പറഞ്ഞതുപോലെ ഗോകുൽ ഉദ്ധരിച്ച ചട്ടമുണ്ടല്ലോ, നിയമമുണ്ടല്ലോ, ആ നിയമത്തിലെ ഏത് ചട്ടമാണ് ഇപ്പോഴത്തെ ഈ പ്രവൃത്തി? ആ പ്രവൃത്തിയാണ് എന്റെ ചോദ്യം. ഞാൻ 2 തവണ അത് ചോദിച്ചു. അതിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന ചട്ടം ഏതാണ്? അതൊന്ന് വിശദീകരിക്കും. എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഗോകുലിനോട് ചോദിക്കുന്നു. ഇത് കാണുന്ന പ്രേക്ഷകരും കേരള യൂണിവേഴ്സിറ്റി നിയമമൊന്നും അരച്ചു കലക്കി കുടിച്ചിട്ടല്ലല്ലോ നമ്മുടെ ഈ ചർച്ച കാണുന്നത്. അപ്പൊ അവർക്കും അതറിയാമല്ലോ. പറയൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾക്കകത്ത് നിങ്ങൾ മൊത്തം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. യൂണിവേഴ്സിറ്റി ചട്ടത്തിൽ വിസിക്കും ചാൻസലർക്കും സിൻഡിക്കേറ്റിനുമുള്ള നിയമങ്ങൾ അവരുടെ എന്താണ് അവർക്കുള്ള സാധ്യതകൾ അവർക്കുള്ള അധികാരങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള അഭിപ്രായമൊന്നുമില്ലല്ലോ. അതിനകത്ത് പറയട്ടെ, എന്താണ് സിൻഡിക്കേറ്റ്,
എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. എന്താണ് വി സിയുടെ അധികാരം എന്ന് പറയുന്നുണ്ട്. സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് വി സി പ്രിസൈഡ് ചെയ്യുന്ന ഒരു ബോഡിയാണ്. സിൻഡിക്കേറ്റിന് എന്താ പറയുക, ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പോലും നിയമപരമായി സാധ്യതയില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. വി സി പ്രിസൈഡ് ചെയ്യുന്ന സിൻഡിക്കേറ്റ് ഇവിടെ ഈ പറയുന്ന താൽക്കാലിക ചുമതല രജിസ്ട്രാർക്ക് കൊടുക്കുന്നു. ഇവിടെ മിനി കാപ്പന് താൽക്കാലിക ചുമതല കൊടുക്കുമ്പോൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം, വൈസ് ചാൻസലർ ആരെ സസ്പെൻഡ് ചെയ്തു? നിലവിലെ KS അനിൽകുമാർ എന്ന് പറയുന്ന കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിന്റെ അധിക ചുമതലയാണ് ഈ പറയുന്ന മിനി കാപ്പന് നൽകുന്നത്. ആ ചുമതല നിർവഹിക്കാൻ അവർക്ക് അധികാരമില്ലേ? ഇവിടെ ആ ചുമതല നിർവഹിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? രജിസ്ട്രാറായി വൈസ് ചാൻസലർക്ക് നിയമിക്കാൻ കഴിയുന്ന ആളെ സിൻഡിക്കേറ്റിന് എങ്ങനെയാണ്? സിൻഡിക്കേറ്റ് വേറൊരാളെ വൈസ് ചാൻസലറായിട്ട് ഈ പറയുന്ന രജിസ്ട്രാറായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നല്ലോ.